ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 32 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. കൽപ്പാവതൗ സപ്തമുനീൻ പുരേവൻ പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിവം ത്വം വൈവസുതാക്യം അനുമാദധാന ക്രോധാനഹയഗ്രീവം വിദ്രുതോ ഭൂ. അന്വയം അർത്ഥം. ത്വം അങ്ങേ, കൽപ്പാവതൗ പ്രളയം കഴിഞ്ഞപ്പോൾ, സപ്തമുനീൻ സപ്തർഷികളെ, പുരോവൻ പൂർവ കൽപ്പകാലത്തിലെന്ന പോലെ കൃത്യങ്ങൾ ചെയ്യാൻ പറഞ്ഞയച്ചിട്ട്, പ്രസ്ഥാപ്യ പറഞ്ഞയച്ചിട്ട്, തം ആ സത്യവ്രത ഭൂമിപം സത്യവ്രത രാജാവിനെ, വൈവസുതാക്യം വൈവസുതനെന്ന പേരുള്ള മനുവായി, ആദധാന നിയമിച്ചിട്ട്, ക്രോധാൻ കോപം കൊണ്ട്, ഹയഗ്രീവനെ അഭിദ്രുത പിന്തുടരുന്നവനായി, അഭു ഭവിച്ചു. ഹരിയു. സാരം: അങ്ങ് പ്രളയം കഴിഞ്ഞപ്പോൾ ആ സപ്തർഷികളെ പൂർവ കൽപ്പകാലത്തിലെന്ന പോലെ കൃത്യങ്ങൾ ചെയ്യാൻ പറഞ്ഞയച്ചിട്ട്, ആ സത്യവ്രത രാജാവിനെ ആത്മജ്ഞാനം നേടിയവനാകയാൽ വൈവസുതൻ എന്ന പേരുള്ള മനുവായി നിയമിച്ചിട്ട്, കോപം കൊണ്ട് ഹയഗ്രീവൻ എന്ന അസുരനെ പിന്തുടരുന്നവനായി ഭവിച്ചു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. സ്വതുംഗശൃംഗക്ഷതവക്ഷസന്തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രപഞ്ചനാകാരപദേ പ്രഭായാഃ. അന്വയം അർത്ഥം. ഹേ പ്രപഞ്ചനാകാരപദേ, അല്ലയോ ഗുരുവായൂരപ്പ, സ്വതുംഗശൃംഗക്ഷത തൻ്റെ ഉയർന്നു നിൽക്കുന്ന വക്ഷസം കൊമ്പുകൊണ്ടു മുറിഞ്ഞ മാറിടത്തോടുകൂടിയ തം ദൈത്യം ആ അസുരനെ, നിപാത്യ വീഴ്ത്തിയിട്ട്, നിഗമാൻ വേദങ്ങളെ, ഗൃഹീത്വ എടുത്തിട്ട്, പ്രീതിഹൃദേ സന്തുഷ്ടമായ മനസ്സോടുകൂടിയ, വിരിഞ്ചയെ ബ്രഹ്മാവിനായിക്കൊണ്ട്, ദദാന നൽകുന്ന, ത്വം അങ്ങേ, പ്രഭായ രക്ഷിക്കണമേ. ഹരിയു. സാരം: അല്ലയോ ഗുരുവായൂരപ്പ, ഹയഗ്രീവനെന്ന അസുരനെ തൻ്റെ കൊമ്പുകൊണ്ട് മാറ് പിളർന്ന് കൊന്നിട്ട് വേദങ്ങളെ വീണ്ടെടുക്കുകയും തന്മൂലം സന്തുഷ്ടചിത്തനായിത്തീർന്ന ബ്രഹ്മാവിനായിക്കൊണ്ട് വേദങ്ങളെ ദാനം ചെയ്യുകയും ചെയ്ത അങ്ങേ, ഈയുള്ളവനെ കാത്തുരക്ഷിക്കണമേ. ഹരിവും. അഷ്ടമസ്കന്ധം 32 ദശകം സമാപ്തം. ഹരിവും.